ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിതേ വാഴയ്ക്ക് പോവാണ്. നമ്മൾ രാവിലെ തന്നെ ഒരു മസാല ദോശയൊക്കെ അടിച്ച് വാഴയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, ഇത് നഗരപാലികയ്ക്ക് ഓഫീസാണ്, ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഓഫീസാണ്. നല്ല രസമല്ലേ കാണാം, ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഓഫീസൊക്കെയാണ്. ഞാനത് നഗരപാലികയ്ക്ക് ഗർ എന്നാണ് പറയുക, കാരണം എനിക്ക് ആദ്യമായിട്ട് വായിക്കാൻ കിട്ടില്ല. അപ്പം ഞാൻ ചുമ്മാ അതിനെ പറഞ്ഞു തുടങ്ങിയതാണ്. അങ്ങനെ നമ്മൾ മോളിലെത്തിയപ്പോൾ കാര്യമായിട്ടൊന്നും തുറന്നിട്ടില്ല, നേരത്തെ ആണല്ലോ, അപ്പോൾ ഒന്നും തുറന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് വാഴയ്ക്ക് കയറി. ഞങ്ങൾ വാഴയെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും, ഇനിയൊരു റിവ്യൂ ഒന്നുമല്ല. എനിക്ക് എന്താ പറയുക, കുറച്ചുകൂടി ഇഷ്ടമായത് മോഹിനിയാട്ടമാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ വാഴ ബില്യൺ ഓഫ് ഗേൾസ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഇൻ്റർവെല്ലായപ്പം എന്തെങ്കിലും സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയും കരഞ്ഞു. അങ്ങനെ നമ്മൾ പോയി. പോപ്കോൺ വാങ്ങൽ നടക്കില്ല, കാരണം പോപ്കോണിന് ഒടുക്കത്തെ വിലയാണല്ലോ. അപ്പോൾ നമ്മൾ പോപ്കോൺ വാങ്ങൽ ഇപ്പം നിർത്തി. എന്നിട്ട് നമ്മളിതേ ഒരു കുപ്പി വെള്ളവും അതേപോലെ തന്നെ ഒരു ചെറിയ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. അതിപ്പോൾ താങ്ങാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ എന്താ പറയുക, ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചത് 40 രൂപ, അതേപോലെ പപ്സ് കിട്ടുമായിരുന്നു. എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അങ്ങനെയല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സിനിപോളിസിലൊക്കെ ഭയങ്കര വില, അതുകൊണ്ടിപ്പോൾ നിർത്തി, തിയേറ്ററിൽ നിന്ന് കഴിക്കുന്ന പരിപാടിയെ നിർത്തി. അങ്ങനെ അതേ നമ്മൾ കേരള ഹൗസിലെത്തി. ഇതൊരു കേരള റെസ്റ്റോറൻ്റ് ആട്ടോ, കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന മുംബൈയിലുള്ള റെസ്റ്റോറൻ്റാണ്. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് നമ്മളിതേ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവിടെ ഒരു കേരള സെറ്റപ്പിലാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. വിളക്കൊക്കെ വെച്ച്, അതുപോലെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ആനപ്പട്ടം, അതുപോലെ തന്നെ ബോട്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടി കൈരളിയുടെ ഒരു ഗവൺമെൻറ് യൂണിറ്റൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ കഴിക്കാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ, തിരക്കണ്ടേ. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. നമുക്ക് ഇലയൊക്കെ കിട്ടി. നമുക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ കിട്ടി, കാരണം 2 ആളല്ലേ ഉള്ളൂ. അങ്ങനെ ഇലയൊക്കെ കിട്ടി. ഇലയിൽ എല്ലാ കറികളും ഇല്ല സദ്യയുടെ, എന്നാലും ഒരു 5-6 കറികളുള്ള അത്യാവശ്യം കേരള ഫുഡ് കഴിക്കാൻ കൊതി തോന്നിയിരിക്കുമ്പോൾ പോയി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെസ്റ്റോറൻ്റ് ആട്ടോ. എനിക്ക് തോന്നുന്നു ഒരു സദ്യക്ക് 200 റുപ്പീസ് ആയിട്ടാണ്. എന്താ പറയുക, നമുക്ക് ഭയങ്കര ക്രേവിംഗ് ഒക്കെ തോന്നിയിരിക്കുമ്പം ട്രൈ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റപ്പാണിത്. പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ചോറും ഒരു 4-5 കൂട്ടം കറിയും സാമ്പാറും പായസവും ഒക്കെ കൂടിയായിട്ട് കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ 2 സൈഡ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. മീൻകറി, ചിക്കൻ, അതേപോലെ തന്നെ മീൻ പൊരിച്ചത് ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ മീൻകറിയും ചിക്കൻ പൊരിച്ചതും എടുത്തു. മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല തേങ്ങാപ്പാലിലേക്ക് ഒരു ടേസ്റ്റുള്ള കറിയായിരുന്നു. അത് കഴിച്ചു. നമുക്ക് നല്ല ക്രേവിങ്സ് ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നല്ല മുട്ടിരിക്കുമ്പോൾ പോയി കഴിക്കാൻ പറ്റിയ കടയാണ് മുംബൈയിലുള്ള. അങ്ങനെ നമ്മളത് മൊത്തം കഴിച്ച് തീർത്ത് നമ്മുടെ പായസമൊക്കെ കുടിച്ച് നമ്മൾ 2 ആൾ ഫുഡ് അടിച്ച് ഫിറ്റായ അവസ്ഥയിലായി. എങ്ങനെയെങ്കിലും വീട്ടിലെത്തി കിടന്ന് ഉറങ്ങണം എന്നുള്ള അവസ്ഥയിലായി. അങ്ങനെ നമ്മൾ നേരെ വേഗം വീട്ടിലേക്ക് വിട്ട് വന്ന ഉടനെ ഒരു 2 മണിക്കൂർ ഉറങ്ങി.